നമസ്കാരം. ഈ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ മഴ ആരംഭിക്കുകയാണ്. ഞാൻ അസ്ദ സഹീർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ് ആദ്യം പോകുന്നത്. വിധിദിനം കാത്ത് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDF, UDF മുന്നണികൾ. തുടർ ഭരണമുണ്ടാകുമെന്നാണ് LDF ക്യാമ്പിലെ ആത്മവിശ്വാസം. 100 സീറ്റ് നേടുമെന്നാണ് UDF കണക്കുകൂട്ടൽ. ഒന്നിലേറെ സീറ്റിൽ വിജയവും വോട്ട് വിഹിതത്തിൽ ഗണ്യമായ വർധനയുമാണ് NDAയുടെ പ്രതീക്ഷ. തിങ്കളാഴ്ചയാണ് കേരളം കാത്തിരിക്കുന്ന ഫലം പ്രഖ്യാപിക്കുന്നത്. 43 കേന്ദ്രങ്ങളിലായി നടക്കുന്ന 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വോട്ടെണ്ണലിനായുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമെന്ന സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഫുൾ സെക്യൂരിറ്റി പ്ലാൻ തയ്യാറാക്കി നമ്മൾ എല്ലാ ജില്ലകളിലും എങ്ങനെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ലോ ആൻഡ് ഓർഡേഴ്സ് എവിടെയാണ്, അത് പ്രകാരം എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫോഴ്സിന് കരുതിയിട്ടുണ്ട്, അവർ ഡിപ്ലോയ് ചെയ്തു. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ആക്ഷൻ കൂടെ തുടങ്ങിയിട്ടുണ്ട് പോലീസ് ഭാഗത്തുനിന്നുണ്ട്. ആൻഡ് വി ഹാവ് ടേക്കൻ ആക്ഷൻ നമ്മുടെ കൂടുതലായിട്ടുള്ള CCTV നിരീക്ഷണം, അതുപോലെ തന്നെ ഡ്രോൺ നിരീക്ഷണം കൂടെ കൂട്ടിയിട്ടുണ്ട് ഇതിലേക്ക്. ഫലപ്രഖ്യാപനത്തിന് 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴും മുന്നണികൾ അവസാനവട്ട കണക്കെടുപ്പിലാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒന്നൊഴികെ എല്ലാം എതിരാണെങ്കിലും തുടർഭരണം ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF. ഇന്ന് ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് വിജയാശംസകൾ നേർന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അനുകൂലമായതോടെ UDFന്റെ ആത്മവിശ്വാസം ഇരട്ടിച്ചിട്ടുണ്ട്. 100 സീറ്റ് ലഭിക്കുമെന്നാണ് UDF കണക്ക്. എക്സിറ്റ് പോളുകൾ 14 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം പ്രവചിച്ച പശ്ചാത്തലത്തിൽ NDAയും വിജയപ്രതീക്ഷയിലാണ്. അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം വോട്ട് വിഹിതം കുത്തനെ ഉയർത്താനാകുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം. കേരളം ആർക്കൊപ്പം എന്നറിയാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിൽ ഫ്ലെക്സ് യുദ്ധം കനക്കുന്നു. ഇടുക്കി, തൊടുപുഴയിലും എറണാകുളത്തും കണ്ണൂരും കൊല്ലത്തും VD സതീശന് വേണ്ടി ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. VD സതീശനെ പിന്തുണച്ച മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ മലപ്പുറത്ത് ബാനർ കെട്ടി. തൊടുപുഴയിലാണ് കോൺഗ്രസിലെ ഫ്ലെക്സ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നത്. VD സതീശനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട തൊടുപുഴയിൽ ഇന്നുയർന്നത് കൂറ്റൻ ഫ്ലെക്സ് ബോർഡ്. പട നയിച്ചവൻ നാടു നയിക്കുമെന്നും നിലപാടിന്റെ രാജകുമാരന് അഭിവാദ്യമെന്നുമാണ് ഫ്ലക്സ്. ടീം UDF തൊടുപുഴ എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. നേരത്തെയും തൊടുപുഴയിൽ VD സതീശനു വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയെന്ന് വിശേഷിപ്പിച്ച് കണ്ണൂർ ഇരിക്കൂറിലും എറണാകുളം കങ്ങരപ്പടിയിലും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ആലുവ പുളിഞ്ചോട്ടിൽ VD സതീശനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. VD സതീശൻ PR പണി അവസാനിപ്പിക്കണമെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. അതിനിടെ VD സതീശനെ പിന്തുണച്ച് നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ മലപ്പുറം കോട്ടക്കലിൽ ബാനർ സ്ഥാപിച്ചു. നേതാക്കൾ VD സതീശന്റെ PR ചതിക്കുഴിയിൽ വീഴരുതെന്നും മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുമാണ് ബാനർ. പച്ചപ്പട മലപ്പുറം എന്ന പേരിലാണ് ബാനർ സ്ഥാപിച്ചത്. സമൂഹമാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ബാനർ സ്ഥലത്തു നിന്നും നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരാനിരിക്കെ മന്ത്രിമാരെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കി മുസ്ലിം ലീഗ്. 6ാം മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് UDFൽ ധാരണയായാൽ PK കുഞ്ഞാലിക്കുട്ടി അടുത്ത ഉപമുഖ്യമന്ത്രിയാകും. PK കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ തങ്ങൾ, പാറക്കൽ അബ്ദുള്ള, N ഷംസുദ്ദീൻ, AK മഷ്റഫ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആദ്യ നിര. KM ഷാജി, PK ബഷീർ, TV ഇബ്രാഹിം, കുറുക്കോളി മൊയ്തീൻ, മഞ്ഞളാംകുടി അലി എന്നിവരും സജീവ പരിഗണനയിലുണ്ട്. ഫാത്തിമ തഹലിയ, ജയന്തി രാജൻ എന്നീ വനിതകളിൽ ആരെങ്കിലും വിജയിച്ചാൽ മന്ത്രിസ്ഥാനം വനിതകൾക്ക് നൽകണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗ് ആവശ്യം മുന്നോട്ട് വയ്ക്കില്ലെങ്കിലും UDFൽ ധാരണയായാൽ PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകും. 6 മന്ത്രിസ്ഥാനത്തിനു വേണ്ടി UDFനെ സമ്മർദ്ദത്തിലാക്കേണ്ടതില്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. പരമാവധി 23 സീറ്റുകളിൽ വരെ ഇത്തവണ വിജയിച്ചേക്കുമെന്നാണ് ലീഗ് കണക്കുകൂട്ടൽ. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചേക്കും. കേന്ദ്ര സർക്കാർ ഒരാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്നാണ് സൂചന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെയും ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് 50 രൂപ വരെയും വർദ്ധിപ്പിക്കാനാണ് ആലോചന. വിമാന ഇന്ധനവില വർധനവിനെ തുടർന്ന് ജൂലൈ വരെയുള്ള അന്താരാഷ്ട്ര സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിച്ചുരുക്കി. LPG വില വർധനയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് CPIM പോളിറ്റ് ബ്യൂറോ ആഹ്വാനം ചെയ്തു.
ഇന്ധനവില വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ സർക്കാരിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഭീമമായ നഷ്ടം സഹിച്ചു മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് കമ്പനികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ധനവില എത്ര വർദ്ധിപ്പിക്കണം, എപ്പോൾ പ്രാബല്യത്തിൽ വരുത്തണം, ജനങ്ങൾക്കുണ്ടാകുന്ന ആഘാതം ഇളവുകൾ പ്രഖ്യാപിച്ച് കുറയ്ക്കാൻ സാധിക്കുമോ എന്ന കാര്യങ്ങളാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ആലോചിക്കുന്നത്. 7 ദിവസത്തിനകം പൊതുമേഖലാ എണ്ണ കമ്പനികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും വില വർധനവ് പ്രഖ്യാപിക്കുക. ഇന്നലെ വാണിജ്യ LPG സിലിണ്ടറുകളുടെയും 5 കിലോ സിലിണ്ടറുകളുടെയും വില കൂട്ടിയിരുന്നു. സർക്കാർ നടപടി കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിമർശിച്ച CPIM പോളിറ്റ് ബ്യൂറോ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. അതിനിടെ വിമാന ഇന്ധനത്തിന്റെ വില അന്താരാഷ്ട്ര സർവീസുകളിൽ 5% വീണ്ടും വർദ്ധിച്ചതോടെയാണ് സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയിലേക്ക് എയർ ഇന്ത്യ എത്തിയത്. ജൂൺ ജൂലൈ മാസത്തേക്ക് പ്രതിദിനം 100 സർവീസുകൾ കുറയ്ക്കുന്നുവെന്ന് കമ്പനി അറിയിപ്പ് നൽകി. നിലവിൽ 10% സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ആഭ്യന്തര സർവീസുകളിലെ ഭക്ഷണ വിതരണവും ഒഴിവാക്കിയേക്കും. 24 ഡൽഹി. കരാർ കാലാവധി പൂർത്തിയായ മണിയാർ ജലവൈദ്യുത പദ്ധതി ഏറ്റെടുക്കാനുള്ള KCB നീക്കം തടഞ്ഞ സർക്കാർ. മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ മന്ത്രി എതിർപ്പ് ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും രഹസ്യ അജണ്ടയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വ്യവസായ മന്ത്രിയുടെ ഇടപെടലിൽ വൈദ്യുതി മന്ത്രിക്കും KSEBിക്കും കടുത്ത അതൃപ്തിയുണ്ട്. സംസ്ഥാനം ഗുരുതര വൈദ്യുതി പ്രതിസന്ധി നേരിടുമ്പോൾ പദ്ധതി നടത്തുന്ന സ്വകാര്യ കമ്പനിയെ സഹായിക്കും വിധത്തിലാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ഒരു ചെലവുമില്ലാതെ 12 മെഗാവാട്ട് വൈദ്യുതി അഥവാ മണിക്കൂറിൽ 12,000 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന പദ്ധതി KSEBിക്ക് കിട്ടാനിരിക്കെയാണ് അപ്രതീക്ഷിത അട്ടിമറി. 2024 ഡിസംബർ 31 കാർബോറാണ്ടം കമ്പനിയുമായുള്ള കരാർ തീർന്നതാണ്. പദ്ധതി ഏറ്റെടുക്കാത്ത സർക്കാർ നടപടിയിൽ അഴിമതി ആരോപണം വരെ ഉയർന്നിരുന്നു. ഒടുവിൽ കഴിഞ്ഞ 24 പദ്ധതി ഏറ്റെടുത്ത് KSEB ഉത്തരവിറക്കി. നടപ്പാക്കാൻ പോയ KSEB ഉദ്യോഗസ്ഥരെ കാർബോറാണ്ടം ജീവനക്കാർ തടഞ്ഞു. ഇന്ന് വീണ്ടും പോലീസ് സഹായത്തോടെ ഏറ്റെടുക്കാനിരിക്കെയാണ് പുതിയ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ മന്ത്രി ഏറ്റെടുക്കലിനെ വിമർശിച്ചു. ഇതിനു പിന്നാലെ ഏറ്റെടുക്കൽ നിർത്തിവെച്ച് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. KSEB CMDക്കും പത്തനംതിട്ട കലക്ടർക്കും ഉത്തരവ് കൈമാറി. ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ വീണ്ടും ഗുരുതര ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും ഈ വിഷയത്തിൽ രഹസ്യ അജണ്ടയുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വിമർശനം. മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻപ് 56 കോടി രൂപയുടെ അഴിമതി ആരോപണം രമേശ് ചെന്നിത്തല ഉയർത്തിയിരുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് വേനൽ മഴ ലഭിച്ചു തുടങ്ങിയതോടെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തി. അതേസമയം കോഴിക്കോട് പേരാമ്പ്രയിൽ നിർമ്മാണ തൊഴിലാളിക്ക് സൂര്യാതപമേറ്റു. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ വേനൽ മഴ സജീവമാകും. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിൽ മഴ ശക്തമായേക്കും. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ പലയിടത്തും കനത്ത നാശനഷ്ടമുണ്ടായി. തൃശൂർ ചാവക്കാട് ഇടിമിന്നലേറ്റ് വീടിന്റെ ചുവര് തകർന്നു വീണ് 3 പേർക്ക് പരുക്കേറ്റു. ചാവക്കാട് ഒരുമനയൂരിൽ ഇടിമിന്നലിൽ ഭക്ഷണശാല കത്തിനശിച്ചു. കടയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ഉത്സവപ്പന്തൽ കാറ്റിൽ പറന്നുപോയി. ക്ഷേത്രത്തിന് സമീപം മഹാത്മാഗാന്ധി റോഡിൽ മരം വീണ് കാറിന് കേടുപാടുണ്ടായി. മാള കൊടുങ്ങല്ലൂർ കൊടകര റൂട്ടിൽ മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അതിനിടെ കനത്ത ചൂടിനെ തുടർന്ന് കോഴിക്കോട് പേരാമ്പ്രയിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് സൂര്യാതപമേറ്റു. സംസ്ഥാനത്ത് വേനൽ മഴ ലഭിച്ചു തുടങ്ങിയതോടെ വൈദ്യുതിയുടെ ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ചത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 101.30 ദശലക്ഷം യൂണിറ്റായി കുറഞ്ഞു. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5684 മെഗാവാട്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മൈസൂരുവിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകളിൽ വിളമ്പുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം എന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ കടുത്ത നടപടിയുമായി കർണാടക സർക്കാർ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനം പൂട്ടി. കൺസൾട്ടൻസിയുടെ ലൈസൻസും റദ്ദാക്കി. KC വേണുഗോപാൽ MPയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. അല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് സാധനം മേടിച്ചു, ആ സാധനത്തിന് അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിന്നാ മതി. ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്താ വിഷയം ചെയ്തോ. മലയാളി വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന 5 നഴ്സിംഗ് കോളേജുകളിൽ ഗ്ലോബൽ കൺസൾട്ടൻസി നൽകിയിരുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പരാതി. ചിക്കൻ കറിയിൽ നിന്ന് കോഴിത്തൂവലും ചോരയും, ചപ്പാത്തിയിൽ നിന്ന് പ്ലാസ്റ്റിക്കും, ചോറിൽ നിന്ന് പാറ്റയും കിട്ടിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ.
ഭക്ഷണ സാധനങ്ങൾ ശൗചാലയത്തിൽ സൂക്ഷിച്ചതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതോടെയാണ് വിദ്യാർത്ഥികൾ മാധ്യമങ്ങളെ സമീപിച്ചത്. KC വേണുഗോപാൽ MPയുടെ ഇടപെടലിനെ തുടർന്നാണ് സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. 1 വർഷത്തേക്ക് 80,000 രൂപ മെസ് ഫീസ് നൽകിയാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. ഇന്റേണൽ മാർക്കിനെ ബാധിക്കുമെന്നതിനാൽ അവഗണന സഹിക്കുകയായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. മെസ് പൂട്ടിയതോടെ പകരം സംവിധാനം ഏർപ്പെടുത്താനാകാത്ത കോളേജുകൾ പരീക്ഷ അടക്കം മാറ്റിവെച്ച് വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത അവധി നൽകിയിരിക്കുകയാണ്. 24 ബംഗളൂരു. കോഴിക്കോട് സ്ട്രോങ് റൂമിൽ അട്ടിമറി ആരോപിച്ച് UDF നൽകിയ പരാതി തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പേരാമ്പ്രയിലെയും കൊയിലാണ്ടിയിലെയും വരണാധികാരികൾ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്നും നടപടി ഉണ്ടാകില്ലെന്നും കമ്മീഷൻ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് ഏകപക്ഷീയമായ നടപടിയെന്നും നിയമപരമായി നേരിടുമെന്നും UDF നേതൃത്വം വ്യക്തമാക്കി. വോട്ടെണ്ണലിന് മുന്നോടിയായാണ് കോഴിക്കോട് ജില്ലയിലെ സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ ചട്ടലംഘനമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത്. സ്ട്രോങ് റൂമുകൾ തുറന്നിട്ടില്ലെന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ പൂർണ്ണ സുരക്ഷിതമാണെന്നും കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. CO ഓഫീസിലേക്ക് ഇന്നലെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. പേരാമ്പ്ര കൊയിലാണ്ടി ഇഷ്യൂല് അവർ 2 ഇഷ്യൂല് പറഞ്ഞു ഒരു വയലേഷൻ അല്ല, എല്ലാ പ്രോസീസ് ഒരു ഇലക്ഷൻ കമ്മീഷനിന്റെ പ്രോസസ്സ് അനുസരിച്ച് ആയിട്ടുണ്ടായിരുന്നു. സിമിലർലി കൊയിലാണ്ടി വിഷയിലും അങ്ങനെ COയുടെ ഓർഡർ വളരെ ക്ലിയർ ആയിട്ടാണ് ദാറ്റ് വയലേഷൻ അല്ല, ഒരു റുട്ടീൻ ചെക്കിംഗ് പോലെ അവർ പോയിട്ടുണ്ടായിരുന്നു. പെരിമീറ്റർ പോയിട്ടില്ല, പെരിമീറ്റർ ബ്രീച്ച് ചെയ്തിട്ടില്ല. കൊയിലാണ്ടി വരണാധികാരി സ്ട്രോങ് റൂമിന് സമീപം പോയത് പതിവ് പരിശോധനയുടെ ഭാഗമാണ്. ഇത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നു. പരാതിക്ക് അടിസ്ഥാനമില്ലാത്തതിനാൽ പേരാമ്പ്ര കൊയിലാണ്ടി വരണാധികാരികളെ മാറ്റാനോ നടപടി സ്വീകരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് ഏകപക്ഷീയമായ നടപടിയെന്നാണ് UDF ആരോപണം. ഇന്നർ പെരിമീറ്ററിനകത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർക്ക് പ്രവേശിക്കാമോ അല്ലയോ, അതിനുത്തരം തരണ്ടേ? അതിനൊന്നും ഉത്തരം തരാതെ ചട്ടലംഘനം നടന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം വരികയും ആ പ്രഖ്യാപനം ഇലക്ഷൻ കമ്മീഷണർക്ക് വേണ്ടി ഇവിടെ വെച്ച് കളക്ടർ പ്രഖ്യാപിച്ചത് ഞാൻ പറഞ്ഞല്ലോ തികച്ചും പാർട്ടിസൺ ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. ഒരു ഭാഗം മാത്രം കേട്ടിട്ടുള്ള നടപടി. പേരാമ്പ്ര മണ്ഡലത്തിലെ മെറ്റീരിയൽ റൂം വരണാധികാരി സംശയാസ്പദമായ രീതിയിൽ തുറന്നു എന്നായിരുന്നു UDFന്റെ ആരോപണം. കൊയിലാണ്ടി സ്ട്രോങ് റൂമിന്റെ സുരക്ഷാ മേഖലയിൽ ചട്ടവിരുദ്ധമായി എത്തിയെന്നായിരുന്നു കൊയിലാണ്ടി വരണാധികാരിക്കെതിരായ പരാതി. 24 കോഴിക്കോട്. അമേരിക്ക യുദ്ധം വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ പുതിയ നിർദ്ദേശത്തിൽ ട്രംപ് തൃപ്തനല്ല എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇറാന്റെ നീക്കം. അതിനിടെ ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. ഗൾഫിൽ നിന്നുള്ള എണ്ണ വാതക നീക്കം സ്തംഭിക്കുന്നത് വരും ആഴ്ചകളിൽ ലോകവിപണിയിൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇന്നലെ ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് യുദ്ധം വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥന്റെ പ്രതികരണം വന്നത്. ഇറാനിയൻ സൈന്യത്തിന്റെ കേന്ദ്ര കമാൻഡിലെ മുഹമ്മദ് ജാഫർ അസദിയാണ് യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചത്. അമേരിക്കയുടെ ഏത് നീക്കം നേരിടാനും സായുധ സേന പൂർണ്ണ സജ്ജമെന്നും ഇറാൻ വ്യക്തമാക്കി. അതിനിടെ ഇറാനിൽ തുടർ സൈനിക നീക്കങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കൻ സെൻട്രൽ കമാൻഡിൽ നിന്നും ലഭിച്ചതായി ട്രംപ് സ്ഥിരീകരിച്ചു. ഗൾഫിൽ നിന്നുള്ള എണ്ണവാതക നീക്കം സ്തംഭിക്കുന്നത് വരും ആഴ്ചകളിൽ ലോകവിപണിയിൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ദിവസേന 20 ദശലക്ഷം ബാരൽ എണ്ണ വിതരണം ചെയ്തിരുന്നിടത്ത് നിലവിൽ 1 ബില്യൺ ബാരൽ എണ്ണ മാത്രമാണ് ഹോർമുസ് കടക്കുന്നത്. US ഗ്യാസോലിൻ സ്റ്റോക്കുകൾ കഴിഞ്ഞ ദശാബ്ദത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായ 222 ദശലക്ഷം ബാരലിലേക്ക് കൂപ്പുകുത്തി. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം പാക് കുവൈറ്റ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ഇരുവരും സംസാരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിൽ കനത്ത സുരക്ഷയിൽ റീപോളിംഗ് പൂർത്തിയായി. എല്ലായിടത്തും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അതേസമയം പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയോഗിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി.
സൗത്ത് 24 പർഗാനസ് ജില്ലയിലെ മഗ്രഹത് പശ്ചിം, ഡയമണ്ട് ഹാർബർ എന്നീ മണ്ഡലങ്ങളിലാണ് റീപോളിംഗ് നടന്നത്. പോളിംഗ് മെഷീനുകളിൽ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടൺ മറിച്ചു എന്നതടക്കം പരാതികളിലാണ് നടപടി. റോയ് നഗറിൽ പോളിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് ഏതാനും മണിക്കൂർ തടസ്സപ്പെട്ടു. ഡയമണ്ട് ഹാർബറിലെ ഫാൾട്ടയിൽ തൃണമൂൽ നേതാവ് ജഹാംഗീർ ഖാൻ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് ഒരു കൂട്ടം വോട്ടർമാർ പ്രതിഷേധിച്ചു. കേന്ദ്രസേന ഇടപെട്ടാണ് സംഘർഷ സാഹചര്യം നിയന്ത്രിച്ചത്. ബംഗാളിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ ഏതാണ്ട് 80-ലധികം പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയത്. കമ്മീഷനെതിരെ നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. വോട്ടെണ്ണൽ ഒബ്സർവർമാരായി കേന്ദ്ര ജീവനക്കാരെ നിയോഗിക്കുന്നത് തടയണമെന്ന ഹർജി തള്ളി. കേന്ദ്ര ജീവനക്കാരുടെ പൂളിൽ നിന്നേ ചട്ടപ്രകാരം ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ കഴിയൂവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തൃണമൂലിന്റെ ആശങ്കകൾ അസ്ഥാനത്താണെന്നും കോടതി പറഞ്ഞു. 165 വോട്ടെണ്ണൽ ഒബ്സർവർമാരെ അധികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നിയോഗിക്കുകയും ചെയ്തു. കൊൽക്കത്തയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഛത്തീസ്ഗഡിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ 3 ജവാന്മാർക്ക് വീരമൃത്യു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാങ്കർ നാരായൺപൂർ അതിർത്തിക്ക് സമീപമാണ് സംഭവം. മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചിരുന്ന കുഴിബോംബ് നീക്കം ചെയ്യുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. ജില്ലാ റിസർവ് ഗാർഡിലെ ഇൻസ്പെക്ടർ സുക്രാം വട്ടി, കോൺസ്റ്റബിൾ കൃഷ്ണ കൊമെ, കോൺസ്റ്റബിൾ സഞ്ജയ് ഗോഡ്പാലെ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. മധ്യപ്രദേശ് ജബൽപൂരിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ ക്രൂയിസ് ബോട്ട് അപകടത്തിൽ കടുത്ത നടപടിയുമായി ജില്ലാ ഭരണകൂടം. ക്രൂയിസ് ബോട്ട് പൈലറ്റിനെയും മറ്റ് ജീവനക്കാരെയും സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. അപകടത്തിന്റേതെന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ജബൽപൂരിലെ ബർഗി ഡാം റിസർവോയറിൽ നടന്ന ദുരന്തത്തിൽ 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കാണാതായ 4 പേർക്കായി തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതേ തുടർന്നാണ് ക്രൂയിസ് ബോട്ട് പൈലറ്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ജില്ലാ ഭരണകൂടം പുറത്താക്കിയത്. ശക്തമായ കാറ്റുണ്ടെന്ന മുന്നറിയിപ്പ് അവഗണിച്ചാണ് ബോട്ട് സർവീസ് നടത്തിയത്. സുരക്ഷാ മുൻകരുതലുകൾ ലംഘിച്ചതാണ് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. അതേസമയം അപകടത്തിന്റേതെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും ചിത്രം വ്യാജമാണെന്ന് ജബൽപൂർ ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.